നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണറും മോദിയുടെ കടുത്ത വിമർശകനുമായ സത്യപാൽ മാലിക്കിൻ്റെ വസതിയിൽ CBI റെയ്ഡ്. 2200 കോടി രൂപയുടെ കിരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട CBI എടുത്ത കേസിലാണ് റെയ്ഡ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഏകാധിപതി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു, അനാവശ്യമായി ഉപദ്രവിക്കുന്നു. താൻ കർഷകൻ്റെ മകനാണ്, ഭയപ്പെടില്ല, തലകുനിക്കില്ല. ഇത് സത്യപാൽ മാലിക്കിൻ്റെ വാക്കുകൾ. ഈ വിഷയമാണ് ടുഡേസ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉള്ളത് പറഞ്ഞാൽ അകത്താകുമോ? ഈ വിഷയത്തിൽ നമ്മുടെ അതിഥികൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നും, വലതു നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോർജ് കള്ളിവേലിൽ. സുഭാഷ് ചന്ദ്രൻ, ഒരു മുൻ ഗവർണർ അല്ലെങ്കിൽ BJP ഒപ്പം നിന്നിരുന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ CBI നിരന്തരമായി കയറുന്നു, റെയ്ഡുകൾ നടത്തുന്നു, ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം പക്ഷേ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. നിരന്തരമായി അദ്ദേഹം മോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിനകത്ത് ഇൻട്രോക്കകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. മോദിയുടെ കടുത്ത വിമർശകൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ എന്താണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഉയർത്തിയ നേരത്തെ BJP-യോടൊപ്പം ഉണ്ടായിരുന്ന പതിറ്റാണ്ടുകൾ BJP-യോടൊപ്പം ഉണ്ടായിരുന്ന BJP നേതാവായിരുന്ന BJP തന്നെ നിയമിച്ച ജമ്മു കാശ്മീരിലെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിനെ പിടിച്ചടക്കാൻ വേണ്ടി ഏറ്റവും വിശ്വസ്തനായി BJP തന്നെ നിയമിച്ച ഈ പറയുന്ന സത്യപാൽ മാലിക് എന്ന് പറയുന്ന BJP നേതാവ്, ജമ്മു കാശ്മീരിലെ ഗവർണറായി നിയമിച്ച സത്യപാൽ മാലിക് എന്ന് പറയുന്ന BJP നേതാവ് കഴിഞ്ഞ വർഷമാണ് മനം മടുത്ത് BJP-യുടെ അവിടെയുള്ള നിലപാടുകൾക്കകത്ത്, രാഷ്ട്രീയ നിലപാടുകൾക്കകത്ത് മനം മടുത്തുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്തായിരുന്നു? കഴിഞ്ഞ വർഷം 2023 മെയ് മാസം 22-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. മെയ് മാസത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം അത് രാഷ്ട്രീയമായി BJP-ക്ക് വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു എന്നും, അത്തരത്തിൽ ഈ പറയുന്ന പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികളുടെയും അല്ലെങ്കിൽ സർക്കാരിന്റെയും വീഴ്ചയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു നേതാവാണ് ഈ പറയുന്ന സത്യപാൽ മാലിക് എന്ന് പറയുന്നത്. അപ്പോ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ BJP-യുടെ ഒരു വിമർശകനായ, BJP-യുടെ എതിർപക്ഷത്തുള്ള ഒരു നേതാവ് മാത്രമല്ല, BJP നേതാവായിരുന്ന, BJP-യുടെ എല്ലാ നയപരിപാടികളും നടപ്പാക്കാൻ വേണ്ടി ചുമതലപ്പെട്ടിരുന്ന ഒരു നേതാവ്, അദ്ദേഹം മനം മടുത്ത് വെളിപ്പെടുത്തുന്ന ഈ പുൽവാമ പോലെയുള്ള 2019 തെരഞ്ഞെടുപ്പിനകത്ത് അത് രാജ്യത്തെ ഏതാണ്ട് വലിയ ഒരു 10-40ഓളം വരുന്ന സൈനികരെ കുരുതി കൊടുത്തുകൊണ്ടാണ് വീണ്ടും BJP അധികാരത്തിൽ വന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ഒരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നും, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത്തരത്തിലുള്ള നിരവധിയായ ആളുകൾ നിരവധി വെളിപ്പെടുത്തലുകളുമായി വരാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നിശബ്ദരാക്കാൻ വേണ്ടി നിങ്ങൾക്കും സത്യപാൽ മാലിക്കിന്റെ അതേ അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, സുഭാഷ് ചന്ദ്രൻ, ഞാൻ താങ്കളേക്ക് വരാം. മിഥുൻ, ഇവിടെ അതിശക്തമായ വിമർശനമാണ് മോദിക്കെതിരെ ഒരു മുൻ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ എന്നെ പിന്തുടരുകയാണ്, എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, പക്ഷേ ഞാൻ തലകുനിക്കില്ല, അദ്ദേഹത്തിന് മുന്നിൽ തോൽക്കില്ല എന്ന് ശക്തമായി ഒരു ഗവർണർ, ഒരു മുൻ ഗവർണർ, BJP-കാരൻ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇത് രാജ്യത്തിനകത്ത് കേന്ദ്ര ഭരണത്തിനെതിരെ, മോദിക്കെതിരെ ഉയരുന്ന ഈ ശബ്ദങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ? മിഥുൻ, താങ്കളുടെ ഓഡിയോ ചില പ്രശ്നമുണ്ട്, കേൾക്കുന്നില്ല. മിഥുൻ കേൾക്കുന്നില്ല, ഒരിക്കൽ കൂടി പറയാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങൾ മിഥുനിലേക്കുണ്ട്. നമുക്ക് തിരിച്ചു വരാം, അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് ശ്രമിക്കുന്നു. ജോർജ് കള്ളിവേലിൽ, നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇതേ ചോദ്യം തന്നെ, മോദിക്കെതിരെ അതിനിശിതമായ വിമർശനമാണ് ഒരു മുൻ ഗവർണർ ഉന്നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതല്ലെങ്കിൽ നമുക്കറിയാം, പ്രതിപക്ഷ ശബ്ദങ്ങൾ അല്ലെങ്കിൽ മോദിക്കെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാവരും ഒന്നുകിൽ ജയിലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പമായി ചേരുന്നൊരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തായിരിക്കും സത്യപാൽ മാലിക്കിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ? സർക്കാരിനെ വിമർശിക്കുന്ന ആരായാലും അവരെ പലതരത്തിൽ അവരെ തളർത്താനും അവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാനും ഒക്കെ മറയില്ലാതെ വരുന്നു എന്നതാണ്. സത്യം തുറന്നു പറയുന്നവരെ ആരായാലും
അവരുടെ വായടപ്പിക്കും ആണ് ഈ റെയ്ഡെന്ന് ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ സത്യപാൽ മാലിക്കിന്റെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യപാൽ മാലിക്കിന്റെ കാര്യത്തില് അദ്ദേഹം ഈ കിരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ചെനാബ് നദിയിലെ, ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിലെ ഈ ജലവൈദ്യുത പദ്ധതിയില് അഴിമതി, എനിക്ക് 200 കോടി കൈക്കൂലി തരാൻ ഞാൻ ഗവർണറായിരിക്കെ എന്നെ സമീപിച്ചവരുണ്ടെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് അദ്ദേഹം നേരത്തെ ആവശ്യം. അപ്പോ അങ്ങനെ അതാരെന്ന് അന്വേഷിക്കുകയോ അവർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുകയല്ല ചെയ്തത്. അഴിമതിക്ക് എതിരെ ശബ്ദമുയർത്തിയ ആളെ അഴിമതിയുടെ പേരിൽ കൊടുക്കാനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ കൊടുക്കുകയൊന്നുമില്ല, കുറെ കഴിയുമ്പോൾ തെളിവൊന്നും ഇല്ലാതെ നമുക്കറിയാം മിക്ക റെയ്ഡുകളും അങ്ങനെ തന്നെയാണ്. അവിടെ ശബ്ദമുയർത്തുന്ന ആരായാലും അവർക്കെതിരെ ഒരു പലതരത്തിലുള്ള ED ആയിക്കോട്ടെ, നമുക്കറിയാം ഇവിടെ മാധ്യമങ്ങൾ, സ്ഥാപനങ്ങൾ അറിയാം. ജോർജ് കളിവലിൽ ഒരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ. ശ്രീ ജോർജ് കളിവലിൽ, എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം BJP അദ്ദേഹത്തിന് നിരവധി സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്, മന്ത്രിയാക്കിയിട്ടുണ്ട്, 4 സംസ്ഥാനങ്ങളിലെ ഗവർണറാക്കിയിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഒന്ന് വ്യക്തമാക്കാൻ സാധിക്കുമോ? അതിനുശേഷം മിഥുനിലേക്ക് പോകാം. അദ്ദേഹം BJPയുടെ ഏറ്റവും അകത്തെ ആളായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മേഘാലയയിൽ ആദ്യം ഗവർണറായി വെച്ചത്. പക്ഷെ മേഘാലയ ഗവർണർ ആയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം മോദിക്കെതിരെ വിമർശനങ്ങളുടെ ഒരു തുടക്കമിട്ടിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് സന്ധി ഉണ്ടായിട്ടായിരിക്കും ഏറ്റവും സുപ്രധാനമായ ജമ്മു കാശ്മീരിലെ, അവിടെ നമുക്കറിയാം അദ്ദേഹം ചെന്ന ഉടനെ തന്നെയാണ് നിയമസഭ പിരിച്ചുവിട്ടതും അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത് 2018 എൻ്റെ ഓർമ്മ. അവിടെ BJPയും മുഹമ്മദ് ബസ്തിയുമായി ചേർന്നൊരു സർക്കാർ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ബദൽ സർക്കാരിൻ്റെയൊക്കെ ആ നീക്കങ്ങൾക്കൊക്കെ എല്ലാ കാര്യത്തിലും അദ്ദേഹം BJPയെ സഹായിച്ചിരുന്ന ഒരാൾ. പക്ഷേ നമുക്കറിയാം സത്യസന്ധതയുള്ളവർക്ക് എത്ര കാലം അടിമയായിട്ട് നിൽക്കാൻ കഴിയും. കണ്ട പുൽവാമയിലെ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം സത്യസന്ധമായി രാജ്യത്തോട് തുറന്നു പറഞ്ഞു. ആ പുൽവാമയില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെയും സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു സാധാരണ ജനങ്ങൾക്ക്. ശരി ജോർജ് കളി, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് മിഥുനിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. മിഥുൻ, ഇവിടെ അതിനിശിതമായ വിമർശനമാണ് ഒരു മുൻ ഗവർണർ, അദ്ദേഹം BJPയുടെ മന്ത്രിയായിരുന്നു, 4 സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്, നൽകാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം തുടക്കം മുതൽ തന്നെ മോദിക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, ശരി, വിമർശനങ്ങൾ വരുന്നു, ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ തിരുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുവാനാണോ ശ്രമിക്കേണ്ടത്, അതോ ഇത്തരത്തിൽ CBI അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വീടുകളിൽ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം പിടിക്കാൻ ശ്രമിക്കുന്നു? പക്ഷേ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ, മോദി എന്ന് പറയുന്ന ഏകാധിപതിയുടെ മുമ്പിൽ തലകുനിക്കില്ല, ഞാനൊരു കർഷകനാണ്, ഒരു കർഷകന്റെ മകനാണ്, ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളെയും നാം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ മിഥുൻ? നോക്കൂ, ആദ്യത്തെ കാര്യം, ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ വരുന്ന ഒരു അന്വേഷണമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതി അതിനെ വളരെ സീരിയസ് ആയി തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാറുള്ളത്. അപ്പോ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, സത്യപാൽ മലിക്, പുൽവാമ കേസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതായത് ഇവിടെ തുടങ്ങി അങ്ങോട്ട് ചാടി ഒരു മങ്കി ബ്രാഞ്ചിങ് രീതിയിലാണ് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുൽവാമ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞത് അവിടെ എയർ ലിഫ്റ്റിംഗ് നടന്നില്ല. എയർ ലിഫ്റ്റിംഗ് ഒരു റെഗുലർ പ്രൊസീജിയർ അല്ല. ആർമി ജവാന്മാരെ അതായത് ബേസിന്ന് ഈ പറയുന്ന പോലെ ട്രാൻസിറ്റ് ബേസിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും എയർ ലിഫ്റ്റിംഗ് നടക്കാറില്ല. അതൊരു റെഗുലർ പ്രൊസീജിയർ അല്ല. അതിനുവേണ്ടി റിക്വസ്റ്റ് പോകാറുണ്ട്, അത് പലപ്പോഴും ക്യാൻസൽ ആവാറുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയത്? അതിൽ അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ അതൊരു എന്താ പറയാ, അതൊരു കേസുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും ഒരു ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം. സത്യപാൽ മലിക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ഒരു സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു യുക്തി ഞാൻ കാണുന്നില്ല. കാരണം ഇതേ സത്യപാൽ മലിക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മോദിയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ രക്ഷകൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പല സമയത്തായിട്ട് പല നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പുൽവാമ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തത് എന്ന കാര്യം കൂടെ അവിടെ സംശയമായി കിടക്കുമ്പോൾ നമ്മൾ വളരെ എന്താ പറയാ കൺക്ലൂസീവ് ആയിട്ടുള്ള എന്തോ എവിഡൻസ് കിട്ടിയ പോലെയാണ് നമ്മൾ പലരും ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ ഞാൻ ഒരു ഒറ്റ കാര്യത്തിൽ ചോദിച്ചോളട്ടെ. കാരണം ഇദ്ദേഹം മുൻപോട്ട് വെച്ച അല്ലെങ്കിൽ ആ ഒരു ആശയം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എയർ ലിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് കത്തുകൾ അയച്ചു അല്ലെങ്കിൽ അറിയിക്കുന്നു, എന്നിട്ട് അവർ നടപടികൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ പിന്നീട് കരസേനാ മേധാവി അടക്കമുള്ളവർ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന, പിന്നീട് തുടർന്നുണ്ടാകുന്ന നിരവധി സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് ഒരെണ്ണം മാത്രം. ഇപ്പം ഏറ്റവും അവസാനമായി വന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ ജമ്മു കാശ്മീരിൽ നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ കിരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
വിവാദങ്ങൾ ഒന്നും മാത്രമല്ല. ഇവിടെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. വിമർശനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വന്നോളൂ, ഞങ്ങൾ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. നിങ്ങൾ ഒന്നുകിൽ വിമർശിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ, മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകാധിപതിയെ പോലുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇവിടുത്തെ ഒരു വിഷയം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു റെയ്ഡ് നടന്നു. CBI ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അവർക്ക് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും സെർച്ച് ചെയ്യാനും റെയ്ഡ് ചെയ്യേണ്ടൊക്കെ ആവശ്യം വരും. അവിടെ സത്യപാൽ മലിക് മോദിക്കെതിരെ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് നമുക്ക് അയാളുടെ വീട് റെയ്ഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ ഈ വിഷയത്തിലെ വിസിൽ ബ്ലോവർ ആണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന രീതിയിലൊക്കെ ഒരു ഏജൻസിക്ക് അവരുടെ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റും. പിന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിക്കുന്നത് BJP വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഏജൻസീസിനൊക്കെ ഉപയോഗിച്ചൊരു വേട്ടയാടൽ നടത്തുകയാണെന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു മെട്രിക്സ് ശരിക്കും പരിശോധിച്ച് നോക്കുകയായിരുന്നു. ഈ 2014 ശേഷം അറസ്റ്റായ നേതാക്കൾ, അല്ലെങ്കിൽ 2014 മുമ്പ് അറസ്റ്റായ ഈ ഓപ്പോസിഷൻ പാർട്ടിയിലെ നേതാക്കളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ അറസ്റ്റ് ആയിട്ടുള്ളത്. ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് കുറയാണ് ചെയ്തത്. മീൻസ് എതിരാളികൾ, ഇപ്പൊ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഞാൻ കോൺഗ്രസിനെ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ താങ്കളോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, പക്ഷേ ഇതിൽ എനിക്ക് അതിൽ അല്പം വിയോജിപ്പുകളുണ്ട്. അഡ്വക്കേറ്റ് സുഭാഷ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ കേജ്രിവാളിനെതിരെ EDയുടെ പുതിയ സമൻസുകൾ വരുന്നു. ഹേമന്ത് സോറന്റെ കാര്യം, മറ്റു പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒന്നൊന്നായി അന്വേഷണ ഏജൻസികൾ അവരുടെ പുറകെ പോവുകയാണ്. ഇപ്പോൾ നമ്മളുടെ സത്യപാൽ മാലിക്കിൻ്റെ കേസ് വരികയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം CBI വരുന്നു, അല്ലെങ്കിൽ അടുത്ത അന്വേഷണ ഏജൻസികൾ വരും. അപ്പോൾ കോടതിയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും പുതിയ ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ EDയുടെ ആയാലും CBIയുടെ ആയാലും എത്തരത്തിലായിരിക്കും കോടതി ഇതിനെ കാണുന്നത്? സ്വാഭാവികമായും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾ നൽകട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഏറ്റവും സുപ്രധാനമായി പറയാനുള്ള കാര്യം, സത്യപാൽ മാലിക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം BJPയുടെ ഒരു സമീപ ഭൂതകാലത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അമിത്ഷാ, നരേന്ദ്രമോദി തുടങ്ങിയ ഈ അച്യുതണ്ട് BJPയുടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഈ BJPയുടെ ഒരു ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, ഇത്തരത്തിൽ BJP നേതൃത്വത്തിനെതിരെ റിവോൾട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥതകൾക്കെതിരെ, അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയിരുന്ന, പാർട്ടിക്കകത്ത് ശബ്ദമുയർത്തിയിരുന്ന ആളുകളുടെ എല്ലാം പിന്നെ ഒരു അവസ്ഥ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദി BJP ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ, അദ്ദേഹം ഒരു സാഹചര്യത്തിൽ BJPക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും അവരുടെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സാഹചര്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നടക്കാൻ പോകുന്ന സമയത്ത് കൊല്ലപ്പെടുകയാണ്. ഈ സൊറാബുദ്ദീൻ ഷെയ്ഖ് പിന്നെ വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ BJPയുടെ ഈ പറയുന്ന സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ, BJP നേതാവായിരുന്ന ഹരേൻ പാണ്ഡ്യ കൊല്ലപ്പെടുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം എവിടെ നിൽക്കുന്നത്? അതോടൊപ്പം തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന, അല്ലെങ്കിൽ അതിന് ചില വസ്തുതകൾ അറിയാവുന്ന ഈ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥ നമുക്കറിയാം. പതിറ്റാണ്ടുകളായി അദ്ദേഹം ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പുറം ലോകം കാണാതെ ഈ പറയുന്ന അദ്ദേഹം ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ലോയയുടെ കഥ നമുക്കറിയാം. ഈ അമിത്ഷാക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്ന, വിചാരണ നടപടികളുമായി മുന്നോട്ട് പോയിരുന്ന ജസ്റ്റിസ് ലോയ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ്. ഇത്തരത്തിൽ BJPയുടെ നരേന്ദ്രമോദി, അമിത്ഷാ, അച്യുതണ്ടിനെതിരെയുള്ള അന്വേഷണമോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉന്നയിച്ചിരുന്ന എല്ലാ BJP നേതാക്കളും, അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന സത്യപാൽ മാലിക് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗ്യമായി കാണുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കേരളത്തിനകത്ത് നമുക്കറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടാൻ വേണ്ടി നിരവധി ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന, കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ഹേമന്ത് സോറന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ഡൽഹിയിൽ മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന 2 മന്ത്രിമാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്, PMLA കേസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ വർഷങ്ങളായി ജയിലിനകത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിനകത്തെ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന മന്ത്രിയെ അവിടെ ജയിലിനകത്ത് അടച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത്, പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയെ കൂടെ നിർത്തുന്നതിന് വേണ്ടി, മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി തൃണമൂലിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ജ്യോതിപ്രിയ എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രി, പൊതുവിതരണ മന്ത്രി, അവര് ജയിലിനകത്താണ്. ഇത്തരത്തിൽ ഓരോ സംസ്ഥാനത്തിനകത്തെയും എതിർ രാഷ്ട്രീയ ചേരിക്കകത്ത് നിൽക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയോ കള്ളക്കേസിനകത്ത് പെടുത്തിയോ അവരെ തങ്ങളുടെ നിലപാടിന് ഒപ്പോടൊപ്പം നിർത്താനോ അല്ലെങ്കിൽ നിശബ്ദരാക്കാനോ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ, പ്രത്യേകിച്ച് ED,
അതോടൊപ്പം തന്നെ IT, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, CBI എന്ന് പറയുന്ന 3 ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കോൺഗ്രസ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ഈ 2018-19 വർഷത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 30 കമ്പനികൾ നേരത്തെ ഈ പറയുന്ന ഈ 3 ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്ന 335 കോടി രൂപയാണ് 2018-19 കാലഘട്ടത്തിൽ ഇവർ BJPക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കമ്പനികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 2014 മുതൽ 18 വരെ ഈ 30 കമ്പനികളിൽ 23 കമ്പനികൾ 1 രൂപ പോലും BJPക്ക് സംഭാവന നൽകാതിരിക്കുകയും 2018-19 കാലഘട്ടത്തിൽ ഈ IT റെയ്ഡും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് EDയുടെ റെയ്ഡും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ 335 കോടി രൂപ ഈ പറയുന്ന ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPക്ക് സംഭാവന നൽകാൻ വേണ്ടി ഡൊണേഷൻ സുഭാഷ് ചന്ദ്ര, ഞാൻ ഒരു കാര്യം കൂടി, കാരണം ഈ പ്രതിപക്ഷത്തുള്ള പലരെയും അവർക്കൊപ്പം അവർ നിർത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അജിത് പവാർ അടക്കമുള്ള മഹാരാഷ്ട്രയായാലും എല്ലാ സംസ്ഥാനങ്ങളെയും കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന വിമർശിക്കുന്നവരെ കേസുകൾ കാട്ടി EDനെ കാട്ടി CBIനെ മുൻനിർത്തി അവർ ഒപ്പം ചേർക്കുന്ന ഒരു അവസ്ഥ നാം കണ്ടു കഴിഞ്ഞതാണ്. ഇത് എത്ര കാലം, അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതിപക്ഷങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? കോൺഗ്രസ് അടക്കമുള്ള, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെയുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെയുണ്ട്, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ ഒരു നീക്കം നടത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ ഐക്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി എത്ര കാലം മുമ്പോട്ട് പോകും? വളരെ ചുരുങ്ങിയ അത് തന്നെയാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ബംഗാളിൽ ഈ പറയുന്ന പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് നേതൃത്വം നൽകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ഒന്ന് മമതാ ബാനർജി പോലെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന മമതാ ബാനർജി, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ, കർണാടകയിലെ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന DK ശിവകുമാറിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ വിവിധ സംസ്ഥാനങ്ങളിലെ BJPക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ ലക്ഷ്യമിടുകയും ഇപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കേസുകൾ വരികയും മമതാ ബാനർജിയുടെ മരുമകനെ അഭിഷേക് ബാനർജിക്കെതിരെയുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളും മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഭാഗമായി അവർ ഈ സഖ്യത്തിൽ നിന്ന്, പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ശരി, സുഭാഷ് ചന്ദ്രൻ, എനിക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് മിഥുനിലേക്ക് പോകണമെങ്കിൽ, മിഥുൻ വിജയകുമാർ, ഇതൊരു ജനാധിപത്യത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം എന്നാണ് പല നേതാക്കളും ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭയപ്പാടിൻ്റെ കാലഘട്ടത്തിൽ ഈ സത്യപാൽ മാലിക്കിനൊപ്പമാണ് ഞങ്ങൾ, ഭാരതത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേജ്രിവാൾ പോലും. അപ്പോൾ ഇതാണോ മിഥുൻ ഒരു ജനാധിപത്യത്തിൽ നാം പുലർത്തേണ്ടത്? കാരണം പ്രതിപക്ഷ ശബ്ദങ്ങൾ കൂടി കേട്ട് ആ വിമർശനങ്ങൾ മനസ്സിലാക്കി തിരുത്തുവാനുള്ള ശ്രമമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാതെ ഇത്തരത്തിൽ അടിച്ചമർത്തി കേസുകൾ മുമ്പോട്ട് വെച്ച് അവരെ ഇല്ലാതാക്കുന്നതാണോ ശരിക്കുള്ള ജനാധിപത്യം? നോക്കൂ, ഈ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്ന കാര്യം നമ്മൾ കുറെ കാലമായി കേൾക്കുന്ന ഒരു ആരോപണമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു 14 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്താ സുപ്രീം കോടതി ചെയ്തത്? ആ റിട്ട് പെറ്റീഷൻ അങ്ങ് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, സെക്ഷൻ 482 CRPC അതനുസരിച്ച് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ഇങ്ങനെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആ കേസ് ക്വാഷ് ചെയ്യപ്പെടും. ആ കേസ്, ചാർജ് ഷീറ്റ് എല്ലാം ക്വാഷ് ചെയ്യപ്പെടും. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കേസ് കാണിക്കാൻ പറ്റുമോ താങ്കൾക്ക്? ഈ പറഞ്ഞ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും ഒരു കോടതിയിൽ ക്വാഷ് ചെയ്യപ്പെട്ട ഒരൊറ്റ കേസിന്റെ പേര് പറയാം? ഇത്രയും പ്രസംഗിച്ചല്ലോ നേരത്തെ ഇവിടെ സംസാരിച്ച വക്താവ്, അദ്ദേഹത്തിന് ഒരു കേസ് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ ഇത്രയും നേതാക്കളുടെ പേരൊക്കെ അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഏതെങ്കിലും ഒരു കേസ് ക്വാഷ് ചെയ്യപ്പെട്ടോ? അപ്പോ ഇത് അനാവശ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണം നടത്തുന്നു, കേസ് കോടതികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ ഒരു ഒരു എസ്കേപ്പ് റൂട്ടാണ്. ഞങ്ങൾ എതിർഭാഗത്ത് നിൽക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അക്രമം നടക്കുകയാണെന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോടതിയെ സമീപിച്ചു കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാഷായോ? ഇല്ല. പിന്നെ നേരത്തെ മനീഷ് സിസോഡിയയുടെ കേസ് എന്താ ബെയിൽ പോലും കൊടുത്തിട്ടില്ല. സഞ്ജയ് സിംഗിന് ബെയിൽ കിട്ടിയിട്ടില്ല. അഭിഷേക് ബാനർജി, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച അഭിഷേക് ബാനർജിയുടെ വിഷയം എന്തായിരുന്നു? എന്തുകൊണ്ട് ഈ കേസുകളൊന്നും ക്വാഷ് ചെയ്യപ്പെടുന്നില്ല? ഈ പറഞ്ഞ പോലെ ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഇവർക്ക് എന്തുകൊണ്ട് കോടതിയിൽ തെളിയിക്കാൻ സാധിക്കുന്നില്ല? അപ്പം കോടതികൾക്ക് ബോധ്യപ്പെടുന്നില്ല. പാർത്ഥ ചാറ്റർജിയുടെ കാര്യം പറഞ്ഞു. ഇവരുടെ എല്ലാവരുടെയും ഏതെങ്കിലും ഒരാളുടെ കേസെങ്കിലും എന്തുകൊണ്ട് ക്വാഷ് ആവുന്നില്ല? അപ്പൊ ഇവിടെ അന്വേഷിക്കപ്പെടുന്ന കേസുകളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലിങ്ക് ഇല്ലാതെ ആ കേസ് മുന്നോട്ട് പോവില്ല എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയം. മിഥുനെ, ഞാൻ താങ്കൾ പറഞ്ഞത് മുഴുവൻ കേൾക്കുകയായിരുന്നു. മിഥുൻ, എനിക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകാത്തത്. താങ്കൾ മഹാരാഷ്ട്രയിലേക്ക് മാത്രം നോക്കിയാൽ മതി. ആ സർക്കാരിനെ എതിർക്കുന്ന വ്യക്തികൾ മറുവശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ കേസില്ല, ED ഇല്ല, CBI ഇല്ല, ഒന്നുമില്ല.
അതെല്ലാ സംസ്ഥാനത്തിൻ്റെയും കേസ് അതാണ്. ഞങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണമില്ല. നിങ്ങൾക്ക് നിരവധി അങ്ങനെ വ്യക്തികളുണ്ട്, പ്രശ്നം എണ്ണിയാൽ ഉള്ള ഒടുങ്ങാത്ത BJP കഥകൾ പോകാനോ? മുമ്പോട്ട് വയ്ക്കാനുണ്ട്. ഞാൻ അതിലേക്ക് ഇടപെടാൻ ആ വിഷയത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ്. പക്ഷേ മിഥുൻ, അങ്ങനെ നമുക്ക് കണ്ണടച്ച് അതിനെ മറച്ചു വെക്കരുത്. ശ്രീ ജോർജ് കള്ളിവിൽ, ഇത്രയധികം നിസ്സാരമായി നമുക്കതിനെ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ കാര്യം എടുത്താൽ പോലും നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അകത്താകും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ നയം. ഒരു സംശയവുമില്ല. ഇവിടെ അദ്ദേഹം നമ്മുടെ BJP-യുടെ പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ സാങ്കേതികമാണ്. നമുക്കറിയാം, ഒരു കേസന്വേഷണം ആർക്കെങ്കിലും എതിരെ നടക്കുമ്പം ഒരു കോടതിക്കും അതിനിടയ്ക്ക് കയറി ഇടപെടാൻ കഴിയില്ല. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തുള്ള ആളുകൾക്കെതിരെ മാത്രമാണ് അവരെ ഇലക്ഷന് തൊട്ടു മുമ്പ് അവരെ പീഡിപ്പിക്കുന്നത്. ഇതിൽ ആരെയാണ് ശിക്ഷിച്ചത്? സോണിയാഗാന്ധിയെ ശിക്ഷിച്ചോ? രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചോ? അവരൊക്കെ എത്ര ദിവസം അവരെ ഇവിടെ നാടകം കളിച്ചു? CBI വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു, ED ചോദ്യം ചെയ്യുന്നു. നമുക്കറിയാം, ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കുറ്റവിമുക്തരാക്കിയോ? ബെയിൽ നൽകി എന്നല്ലേ ചെയ്തത് കോടതി? കുറ്റവിമുക്തരാക്കുന്നതൊക്കെ സാങ്കേതികത്വമാണ് മനുഷ്യ. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. എന്തിന് ED ചോദ്യം ചെയ്തു, നാടകം സൃഷ്ടിച്ചു? ED ദിവസങ്ങളോളം ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് പോലും ചെയ്യാനുള്ള തെളിവ് കിട്ടിയില്ല. അതല്ല യാഥാർത്ഥ്യം. അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. യാഥാർത്ഥ്യം എന്താണ്? ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ ഇരുന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനാണ് എന്നാ പറഞ്ഞത്. ഒരു കേസ് പോലുമില്ല. ഏതെങ്കിലും ഒരു BJP സർക്കാരിലെ അഴിമതിക്കെതിരെ BJP അഴിമതി എടുത്തിട്ടുണ്ടോ? താങ്കൾ പറഞ്ഞ പോലെ ശരി, UP അധികാരത്തിൽ എനിക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്, മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജനാധിപത്യത്തിന് നേരെയുള്ള ഇത്തരം കടന്നുകയറ്റം ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. ടുഡേസ് ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.